പെന്തക്കോസ്തിന്റെ വിശ്വാസ പ്രകാരം ക്നാനായക്കാരുടെ എൻഡോമിക്ക് പുല്ലുവിലയാണ്. മലബാർ സഭയുടെയും മലങ്കര ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും ഒക്കെ ചരിത്രങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇപ്പൊ അവരുടെ തിരുമേനിമാരും അവരുടെ ചരിത്ര പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ ക്നാനായക്കാർക്ക് ഒരു വിലയുമില്ല. നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ചരിത്രം നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ പാരമ്പര്യം നഷ്ടപ്പെടുന്നു, നിങ്ങൾ ഇല്ലാതെയാകുന്നു. അതിനകത്ത് സഹതാപം മാത്രമാണ്, സന്തോഷിക്കുകയല്ല, സഹതാപം. അതുകൊണ്ട് നിങ്ങൾ ഇല്ലാതാകുമ്പോൾ യാക്കോബായ സഭക്കാർക്ക് ഒരു ചരിത്ര നഷ്ടമാണ്, ഒരു അവയവം, അവരുടെ മലങ്കര ചരിത്രത്തിലെ ഒരു അവയവം ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇനിയും സമയം വൈകിട്ടില്ല. ക്നാനായ സമുദായത്തിന്റെ, സുറിയാനി സഭയുടെ ക്നാനായ സമുദായത്തിന്റെ വിഷയം പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. വളരെ ദൗർഭാഗ്യകരമായ ഒരു വിഷയമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഇടപെടാവുന്നതാണ്. എനിക്ക് ഒന്നേ നിങ്ങളെ കുറിച്ച് പറയാനുള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കുക. വേറൊരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുക, നിന്റെ പാത്രിയർക്കീസിനെ ഞങ്ങൾ അംഗീകരിക്കില്ലടാ, കാട്ടറബി അല്ലടാ, കാട്ടറബി അല്ലടാ പാത്രിയർക്കീസ്. അന്ത്യോക്യൻ പാത്രിയർക്കീസിനെ കാട്ടറബി എന്ന് വിളിച്ചിട്ട് ഒരു ക്നാനായക്കാരൻ മെസ്സേജ് ചെയ്തിരിക്കുക. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ ക്രായിത്തവ പിന്നെ ആരാ? നമസ്കാരം, എൻ്റെ പേര് ബിന്നി പി ജോൺ. ഞാൻ ഈ വർഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. റെഗുലറായിട്ട് ഞാനങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എന്നാൽ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ നിർബന്ധിതനായതാണ്. അതിൻ്റെ കാരണം എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഫോൺ കോളുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, മെസ്സഞ്ചർ ചാറ്റുകൾ, സോഷ്യൽ മീഡിയ കമൻസുകൾ. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇനി ചെയ്യാതിരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ വന്നത്. അതിൻ്റെ കാരണം ക്നാനായക്കാരാണ്. ക്നാനായക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ സ്വദേശം എറണാകുളം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ ക്നാനായക്കാരുടെ ഒരു സാമീപ്യം ഇല്ലാത്തൊരു ജില്ല ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്നാനായക്കാരെ എൻ്റെ ചെറുപ്പം മുതൽ, എൻ്റെ ബാല്യത്തിലോ എൻ്റെ കൗമാരത്തിലോ ഒന്നും ഞാൻ അവരായിട്ട് ഒരു ബന്ധമോ അവരെ എനിക്ക് അറിയോ ഒന്നും പാടില്ലായിരുന്നു. പെന്തക്കോസ്തിൽ ആയതുകൊണ്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ റാന്നി ഭാഗത്തു നിന്നുള്ള വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് അവർ പഴയ ക്നാനായക്കാരാണ്. അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളിലും ക്നാനായക്കാരെ കെട്ടിയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ നമ്മുടെ തമ്പിച്ചായൻ, ചിങ്ങവനത്തുള്ള തമ്പിച്ചായൻ, പിന്നെ ഞാൻ നമ്മുടെ പാട്ടുകാരനായിട്ടുള്ള ചിക്കു കുര്യാക്കോസ്, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോളേജ് കാലഘട്ടം വരെയുള്ള ഒരു ക്നാനായക്കാരെ കുറിച്ചുള്ള അറിവ്. അതിക്കുള്ളൊന്നും ഒരു പ്രത്യേക അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവരെ കുറിച്ച്. എന്താണെന്ന് പോലും ശരിയായ രീതിയിൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. എൻ്റെ PG പഠന കാലഘട്ടത്തിൽ എനിക്ക് 2 സഹപാഠികളായിട്ടുള്ള 2 ക്നാനായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവരിലൂടെ ഞാൻ കുറേ കാര്യങ്ങൾ ഇതുപോലെ അറിഞ്ഞിരുന്നു. ക്നാനായക്കാരെ പറ്റി അറിയുകയും അവരുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചറിയാനൊക്കെ ചെയ്തിരുന്നു. കാരണം ഞാൻ അന്നൊരു പെന്തക്കോസ്ത് തീവ്രവാദിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് വിശ്വാസവും അപ്പോസ്തോലിക വിശ്വാസങ്ങളെല്ലാം വളരെ തെറ്റായ കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ, അതായത് തിയോളജിക്കലിയൊക്കെ ഞാൻ ഭയങ്കര ഒരു സൂപ്രമസി ഫീൽ ചെയ്യുന്ന ഒരു പെന്തക്കോസ്താരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു പുച്ഛത്തോടെയൊക്കെയാണ് ക്നാനായക്കാരുടെ കഥയൊക്കെ കേട്ടിട്ടുള്ളത്. പിന്നീട് എൻ്റെ ജേണി പല ആൾക്കാർക്കും സോഷ്യൽ മീഡിയയിലുള്ള എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. പിന്നീട് എൻ്റെ ജേണി എന്ന് പറയാൻ, ഞാൻ പെന്തക്കോസ്ത് വിശ്വാസം 2019 ആയപ്പോഴേക്കും പൂർണ്ണമായി ഉപേക്ഷിക്കുകയും അതിനുശേഷം ഞാൻ സുറിയാനി സഭയുടെ ഭാഗമാവുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗ്ലോറിയസ് ഗോസ്പലിലൂടെ ഷിബു PDAക്കൽ പാസ്റ്ററിൻ്റെ സുറിയാനി സഭയിലേക്കുള്ള വരവോടുകൂടി തന്നെയാണ് എൻ്റെയും സുറിയാനി സഭയിലേക്കുള്ള വരവ് എന്ന് നിങ്ങൾക്ക് പല ആളുകൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ആ നാളുകളിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായ സൗഹൃദങ്ങളിലൂടെ ഞാൻ കൂടുതൽ ക്നാനായ സമുദായത്തെക്കുറിച്ച് അറിയുവാനായിട്ട് താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പെന്തക്കോസ്തിൽ നിൽക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്ന ഒരു കാലഘട്ടത്തിൽ, 2011 മുതലുള്ള കാലഘട്ടത്തിൽ തന്നെ എനിക്കൊരു ക്നാനായ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ ഡിബേറ്റ് ചെയ്യുന്നൊരു ക്നാനായ കത്തോലിക്കനായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സണ്ണി മാപ്പിള. അതൊക്കെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ക്നാനായക്കാരൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും സണ്ണി മാപ്പിള എന്ന് പറയുന്ന ഒരു ക്നാനായ കത്തോലിക്ക. അദ്ദേഹവുമായിട്ടൊക്കെ ഡിബേറ്റുകളും കമൻറ്റുകളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ ഞാൻ പിന്നീട് മലങ്കര സഭയുടെ ചരിത്രത്തിൽ ക്നാനായക്കാരുടെ പ്രസക്തിയെ പറ്റി അറിയുകയും അവരെ പറ്റി പഠിക്കുകയും കൂടുതലായിട്ട് ഇവരെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹിച്ചു. ഇവരെ എറണാകുളം ജില്ലയിലായതുകൊണ്ട് തന്നെ നേരിട്ട് ഇവരായിട്ട് ബന്ധപ്പെടുവാനുള്ള, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ടുള്ള, ഇവര് എന്തൊക്കെ പാരമ്പര്യങ്ങളും
എന്തെല്ലാം ചടങ്ങുകളൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ചന്ദൻ ചാർത്ത് എന്നുള്ള ഇവരുടെ ആ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ, തലേദിവസത്തേക്ക് ചടങ്ങുകളൊക്കെ കാണുവാൻ വേണ്ടി ഞാൻ ആറ്റുനോറ്റിരുന്നത് എൻ്റെ സഹപാഠിയായിട്ടുള്ള ജ്ഞാനായ സുഹൃത്തിൻ്റെ വിവാഹമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അതെനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം 2020 കോവിഡിൻ്റെ സമയത്താണ് എൻ്റെ ആ സുഹൃത്തിൻ്റെ കല്യാണം നടന്നത്. വളരെ പരിമിതമായ രീതിയിൽ കല്യാണ ചടങ്ങുകൾ നടത്തിയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ സംബന്ധിക്കുവാൻ, വളരെ ദൂരം ചെന്ന് സംബന്ധിക്കുവാൻ കഴിഞ്ഞില്ല. അന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സംബന്ധിക്കാൻ വളരെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. പിന്നീട് ഞാൻ ഈ വിഷയത്തെപ്പറ്റി പിന്നീട് എനിക്ക് വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം വന്നിട്ടുള്ള ഗ്ലോറിയസ് ഗോസ്പലിലൂടെ വന്നിട്ടുള്ള ജ്ഞാനായ സുഹൃത്തുക്കളോട് പറയുക. അങ്ങനെ എനിക്ക് വളരെയധികം ഞാൻ സ്നേഹിക്കുന്ന ഒരു ജ്ഞാനായ സഭയിലെ ജ്ഞാനായ സമുദായത്തിലെ ഒരു അച്ചായൻ തൻ്റെ ചാർച്ചക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കല്യാണത്തിന് കല്ലിശ്ശേരിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ കബറുള്ള പള്ളിയൊക്കെ കാണിക്കുകയും, അതുപോലെ തന്നെ ചന്ദൻ ചാർത്ത് എനിക്കറിയില്ലാത്ത ഒരു കുടുംബത്തിൻ്റെയാണ്. പക്ഷേ എങ്കിലും എനിക്ക് അങ്ങനെ ഒരു അവസരം അവിടെ ലഭിച്ചു. ഞാൻ അവരുടെ ചടങ്ങുകളൊക്കെ കണ്ടു. അതിനെപ്പറ്റി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അവിടെ മുതലാണ് എൻ്റെ ജ്ഞാനായക്കാരായിട്ടുള്ള നേരിട്ടുള്ള ബന്ധങ്ങളുടെ ഒരു തുടക്കം വരുന്നത്. അതിനുശേഷം ഞാൻ ജ്ഞാനായ സമുദായത്തെ വളരെയധികം ദൂരിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള സഹകരണങ്ങളും സപ്പോർട്ടുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ജ്ഞാനായ സമുദായത്തെ വളരെയധികം ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോലും ജ്ഞാനായക്കാർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പോലും ഞാൻ ജ്ഞാനായ സമുദായത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം ഞാനിപ്പോഴും പറയുന്നത് ജ്ഞാനായക്കാരുടെ റേസിസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ പറയും അതൊക്കെ അവരുടെ കുടുംബകാര്യമാണ്. ഒരു നായർ കുടുംബത്തിൽ ഒരാൾ നായർ വിഭാഗത്തിലുള്ള ആളുകളെ വിവാഹം കഴിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഓരോ ഈഴവരെ വിവാഹം കഴിപ്പിക്കുന്നു, ഓരോ വിഭാഗത്തിലുള്ള ആളുകൾ സുറിയാനിക്കാരെ വിവാഹം കഴിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ കുടുംബക്കാർക്ക് അവരുടേതായ രീതിയിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജ്ഞാനായക്കാർ തന്നെ കല്യാണം കഴിച്ചോട്ടെ? ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പല സ്ഥലങ്ങളിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജ്ഞാനായക്കാരെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, രണ്ട് വിഭാഗം തമ്മിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളൊരു ഇടയിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ രണ്ട് പക്ഷത്തിൽ നിന്നും നിഷ്പക്ഷമായി സംസാരിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രണ്ട് പക്ഷത്തു നിന്നും നമുക്ക് വളരെയധികം മോശമായ ഒരു പ്രതികരണം ലഭിക്കും എന്നുള്ളതാണ്. എനിക്ക് ജ്ഞാനായ സമുദായത്തോട് ഞാൻ എൻ്റെ ചരിത്ര പഠനത്തിൽ, എൻ്റെ മലങ്കര സഭയുടെ ചരിത്ര പഠനത്തിൽ ഞാൻ പുൽകിയ സുറിയാനി വിശ്വാസത്തിൻ്റെ മലങ്കരയിലെ ചരിത്രത്തിൽ ജ്ഞാനായക്കാരുടെ പ്രസക്തി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ജ്ഞാനായക്കാരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ മറ്റു രീതിയിലുള്ള എനിക്കൊരു വ്യക്തിപരമായ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, വളരെ നല്ല സുഹൃത്തുക്കളുണ്ട്. എന്ത് വിഷയം വന്നാലും കൂടെ നിൽക്കുന്ന ചങ്ക് പോലെ നിൽക്കുന്ന ജ്ഞാനായക്കാരെ എനിക്കുണ്ട്. അതൊക്കെ അവിടെ മാറ്റി നിൽക്കുമ്പോൾ തന്നെ ഒരു ജ്ഞാനായ സമുദായത്തെ ഞാൻ സുറിയാനി സഭയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവരെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ നീ ആരടാ ജ്ഞാനായക്കാരെ പറ്റി സംസാരിക്കാൻ, നീ എന്തിനാടാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്, നീ ഏതാടാ എന്നൊക്കെ വരും. അതിൻ്റെ കാര്യം നിങ്ങളുടെ കുടുംബകാര്യമായിരുന്നു. ഇപ്പോൾ ജ്ഞാനായ സമുദായത്തിൽ നടക്കുന്ന, പ്രത്യേകിച്ച് സുറിയാനി ജ്ഞാനായ സമുദായത്തിൽ നടക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം തന്നെയാണ്. ആരും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ ഈ കുടുംബ വിഷയങ്ങൾ ഒരു വിഷയമുണ്ട്. ആദ്യം ഇത് കുടുംബത്തിലെ ചെറിയ വിഷയമായി തുടങ്ങും, പിന്നെ ഇത് കുടുംബത്തിൻ്റെ അകത്ത് വലിയ ഒച്ചപ്പാടുകളുണ്ടാകും, പിന്നെ ഇത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇവരുടെ തൊട്ടടുത്തുള്ള ബന്ധുക്കൾ ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങും, തൊട്ടടുത്തുള്ള അയൽവക്കക്കാർ ഇതിനകത്ത് ഇടപെടാൻ തുടങ്ങും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ജ്ഞാനായ സമുദായത്തിൻ്റെ വിഷയത്തിൽ നടന്നു കഴിഞ്ഞു. പിന്നെ ഇത് നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ നാട്ടുകാർക്ക് പൊതുശല്യമാകും. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എൻ്റെ അയൽവക്കത്തൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ചെറിയ വിഷയം തുടങ്ങും, കുടുംബക്കാരിൽ നിന്ന് തുടങ്ങും, കുടുംബത്തിൻ്റെ വെളിയിലേക്ക് പോകും, അടുത്ത അയൽവാസികളും ചാർച്ചക്കാരും ഇടപെടും, പിന്നെ ഇതൊരു പൊതുശല്യമാകും, പിന്നെയാണ് പോലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ രണ്ട് ചേട്ടനിയന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തുണി നോക്കി കാണിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു പൊതുശല്യമായി കഴിയുമ്പോൾ ഇത് പൊതുവിഷയമായി. അപ്പോൾ പൊതു ആളുകൾക്ക് ഇടപെടാനുള്ള അവസരമായി. പിന്നെ കുടുംബകാര്യം ഒന്നുമില്ല, പിന്നെ ഇതൊരു പൊതുവിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇത് പൊതുവിഷയമായി.
ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ക്നാനായ സമുദായത്തിന്റെ, സുറിയാനി സഭയുടെ ക്നാനായ സമുദായത്തിന്റെ വിഷയം പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. വളരെ ദൗർഭാഗ്യകരമായ ഒരു വിഷയമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനകത്ത് ഇടപെടാവുന്നതാണ്. എനിക്ക് ഒന്നേ നിങ്ങളെ കുറിച്ച് പറയാനുള്ളൂ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വിഷയം പരിഹരിക്കുക. ഞാൻ വളരെ നല്ല രീതിയിൽ പറയാം, ഞാനൊരു പക്ഷവും പിടിക്കില്ല. കാരണം ഞാൻ പക്ഷം പിടിക്കാൻ ഇല്ലാത്ത കാര്യം, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ജേണിയെ കുറിച്ച് പറഞ്ഞത്. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊരു വൈകാരികമായ ഒരു ബന്ധമൊന്നും എനിക്ക് ഇല്ല സമുദായത്തോട്. കാരണം അങ്ങനെ വളർന്ന ഒരു സാഹചര്യത്തിലാണ്. അതിന്റെ കാരണം ഞാൻ പെന്തക്കോസ്തിൽ ക്നാനായക്കാരുടെ അവസ്ഥയെ പറ്റി പറയാം. പെന്തക്കോസ്തിന്റെ വിശ്വാസ പ്രകാരം ക്നാനായക്കാരുടെ എൻഡോഗമിക്ക് പുല്ലുവിലയാണ്. ഞാൻ ക്നാനായക്കാരുടെ എൻഡോഗമിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ക്നാനായക്കാരുടെ എൻഡോഗമി പെന്തക്കോസ് വിശ്വാസം സംബന്ധിച്ച് അതിന് വെറും പുല്ലുവിലയാണ്. കാരണം നിങ്ങൾക്ക് പെന്തക്കോസ്തിൽ ചെന്നാൽ അറിയാം, ക്നാനായക്കാർക്ക് യാതൊരു രീതിയിലുള്ള വിലയും ഇല്ല. ക്നാനായക്കാരൊന്നും ക്നാനായ സമുദായത്തിൽ നിന്നും ഒരു നല്ല പാസ്റ്റർമാരോ ഒരു ഭയങ്കര വലിയ പ്രാസംഗികരോ വലിയ ലീഡേഴ്സോ ഇതൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടായെന്ന് പറയില്ല. പിന്നെ ചിങ്ങവനം തമ്പിച്ചാൻ ക്നാനായ പെന്തക്കോസ് നടത്തുന്നു എന്നുള്ളതല്ലാതെയൊക്കെ പെന്തക്കോസിന് നേരെ ജോവിന് നല്ല രീതിയിലൊന്നൊരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിലൊന്നും അത്രത്തോളം ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും. അത്ര വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. പിന്നെ തന്നെയില്ല, ഈ ക്നാനായ പെന്തക്കോസിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവർക്ക് ക്നാനായ സമുദായത്തിന്റെ പല കാര്യങ്ങളും പാരമ്പര്യങ്ങളും പിന്തുടരാൻ കഴിയാതെ വരുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ഞാൻ പെന്തക്കോസിലെ ക്നാനായക്കാരിൽ കണ്ടിട്ടുണ്ട്. കാരണം ക്നാനായക്കാരുടെ രക്തത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പെന്തക്കോസിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് യേശുവിന്റെ രക്തത്തെക്കാളും വലിയൊരു രക്തം ക്നാനായ രക്തത്തിലൊന്നും കാര്യം പറഞ്ഞിട്ടൊന്നും അതാണ് പറഞ്ഞത്. അവിടെ എൻഡോഗമിക്കൊന്നും ഒരു പ്രത്യേകിച്ച് ഗുണവും ഉണ്ടാവില്ല. അവിടെ എൻഡോഗമി ഒന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നും ആയിട്ടില്ല. അവിടെ യേശുവിന്റെ രക്തത്തിൽ ഞങ്ങളെല്ലാം ഒന്നാണെന്ന് പറയുകയും പല ക്നാനായ പെന്തക്കോസുകാരും അവരുടെ തലമുറകൾക്ക് വിവാഹം കഴിക്കാൻ ഇതില്ലാതെ ക്നാനായക്കാരെ തന്നെ ലഭിക്കാതെ മറ്റു പല സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളെ വിവാഹം കഴിക്കുകയും ക്നാനായ വിഭാഗത്തിൽ നിന്ന് പുറത്തു പോവുകയും അതിൻ്റെ അമർഷങ്ങൾ പറയുകയും എന്നെ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പറയാം, എൻ്റെ അമ്മൂമ്മ ക്നാനായക്കാരിയായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. എന്നുവെച്ചാൽ അവർ ആ പാരമ്പര്യത്തിൽ ഇപ്പോഴും ക്നാനായ പാരമ്പര്യത്തിലൊക്കെ പറയും. പക്ഷെ ആള് പുറത്തുപോയി, സമുദായത്തിൽ നിന്ന് പുറത്തുപോയി, എങ്കിലും ക്നാനായക്കാരായിരുന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ, എൻ്റെ അമ്മൂമ്മ. പക്ഷെ മാറി ഒരു മർത്തോമക്കാരിയെ കെട്ടി, അല്ലെങ്കിൽ ഒരു കത്തോലിക്കയെ കെട്ടി, ഞങ്ങൾ പിന്നെ പെന്തക്കോസി വന്നു, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പെന്തക്കോസിൽ ആ രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചിട്ടുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ ക്നാനായ സമുദായത്തിന് നിങ്ങളുടെ പാരമ്പര്യങ്ങൾ നിലനിർത്തുവാനും പൊതുസമൂഹത്തിന്റെ രീതിയിൽ നോക്കുമ്പോൾ പൊതുസമൂഹത്തിനും ക്നാനായ സമുദായത്തെക്കുറിച്ച് വളരെയധികം അസൂയ ഉള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾക്കും സോഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു വിഭാഗമാണ് ക്നാനായക്കാർ. കാരണം ക്നാനായക്കാരുടെ പാരമ്പര്യം പല ആളുകളുടെ പൊങ്ങച്ചത്തിന് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ക്നാനായക്കാർ. കാരണം സുറിയാനി ക്രിസ്ത്യാനികളുടെ അടക്കമാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ പകലമറ്റം, കള്ളികാളിയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ശങ്കരപുരി എന്നൊക്കെ പറയുന്നതിനേക്കാളും അവരെക്കാളും പാരമ്പര്യം തെളിവായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ക്നാനായക്കാരായതുകൊണ്ട് തന്നെ ക്നാനായക്കാരുടെ ഒരു കുടുംബ പാരമ്പര്യം സുറിയാനി കുടുംബങ്ങളിലടക്കമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ കേരളത്തിലുള്ള പ്രമുഖ സമുദായങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്നാനായക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നത്. അവർ നിലനിൽക്കേണ്ടതായിട്ടുള്ളതൊരു ചരിത്രത്തിന്റെ ആവശ്യകതയാണ്, കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യകതയാണ്. സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ പാരമ്പര്യത്തെ ഹോൾഡ് ചെയ്യുന്ന ഒരു വിഭാഗം എന്ന രീതിയിൽ നിൽക്കേണ്ടതാണ്. ക്നാനായക്കാരുടെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ തനിമയോടുകൂടി നിൽക്കണമെങ്കിൽ ക്നാനായക്കാർ സുറിയാനി സഭയുടെ ഭാഗമായി നിന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ ഇപ്പൊ പറയുന്നു, പെന്തക്കോസിൽ ക്നാനായക്കാർക്ക് യാതൊരു വിലയില്ല. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ക്നാനായക്കാർക്കൊരു വിലയില്ല. ക്നാനായക്കാര് നമ്മളിപ്പോൾ സാധാരണ ഒരു കുടുംബക്കാരെ പോലെ ഞങ്ങൾ വലിയ കുടുംബക്കാരാണെന്ന് പറയുന്ന രീതിയിൽ ക്നാനായക്കാരാണെന്ന് പറയാമെന്നല്ലാതെ ഒരു വിലയില്ല. ഞാൻ പഠിച്ചതിൽ എനിക്ക് മനസ്സിലാക്കിയതിൽ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ക്നാനായക്കാർക്ക് യാതൊരു വിലയില്ല. മലങ്കര ഓർത്തഡോക്സുകാരെ, കഞ്ഞിക്കുഴിയിലുള്ള മലങ്കര ഓർത്തഡോക്സുകാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിലയില്ല. സിറോ മലബാർ സഭയുടെയും മലങ്കര ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ നിങ്ങൾ കേൾക്കണം. ഇപ്പോൾ അവരുടെ തിരുമേനിമാരും അവരുടെ ചരിത്ര പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന ചരിത്രത്തിൽ ക്നാനായക്കാർക്ക് ഒരു വിലയുമില്ല. നിങ്ങൾ ഈ സീനിലില്ല.
മലങ്കര നസ്രാണികളുടെ ചരിത്രം മലങ്കര ഓർത്തഡോക്സുകാരുടെയും സീറോ മലബാറിന്റെയും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്നായ് തൊമ്മയുടെ വരവോ ഇതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതുപോലെ തന്നെ നെസ്തോറിയന്മാരായിരുന്നു, ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്ന സിറോ മലബാറുകാരും മലങ്കര ഓർത്തഡോക്സുകാർക്കും ക്നായ് തൊമ്മ കൊണ്ടുവന്ന വിശ്വാസ പാരമ്പര്യത്തിന്റെ ഒരു ആവശ്യവുമില്ല. കഴിഞ്ഞ ദിവസം എന്നെ ഒരു ക്നാനായക്കാരൻ വളരെ മോശമായ രീതിയിൽ മെസ്സേജ് ചെയ്തു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ കാര്യം ഷിബു പീഡിയക്കൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഗ്ലോറിയസ് ഗോസ്പലിന്റെ അഡ്മിൻ എന്ന രീതിയിൽ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ നിങ്ങൾ വളരെ വലിയ ചതിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദരൻ എന്ത് ചതിയാണ് ഞങ്ങൾ ചെയ്തത് നിങ്ങളോട്? നിങ്ങൾ ചതിച്ചു. അപ്പം ഞങ്ങൾക്ക് വളരെയധികം സ്നേഹബന്ധം ഉണ്ടായിരുന്നു. സഹോദരൻ, ഇപ്പോഴും ഞങ്ങൾക്ക് സ്നേഹബന്ധത്തിന് ഒരു കുഴപ്പമില്ല. ക്നാനായ സമുദായത്തോട് സ്നേഹബന്ധത്തിന് ഇനി ആരാണ്, ഇനി സേവറേസ് തിരുമേനി ആണെങ്കിലും മറ്റേത് തിരുമേനി ആണെങ്കിലും ഇനി ഏത് സെക്രട്ടറി ആണെങ്കിലും വക്കീലാണെങ്കിലും ഖജാൻജി ആണെങ്കിലും വിശ്വാസികളാണെങ്കിലും ഇനിയും സ്നേഹബന്ധത്തിന് ഇപ്പോൾ നടക്കുന്നത് ആശയപരമായ വിഷയത്തിലാണ്. പക്ഷെ ഞങ്ങളുടെ ആശയത്തെ നിങ്ങളുടെ സ്നേഹബന്ധം കൊണ്ട് മറയ്ക്കാമെന്ന് നിങ്ങൾ കരുതരുത്. ഒരിക്കലും അത് കരുതരുത്. നിങ്ങളായിട്ട് ഇപ്പോഴും സ്നേഹബന്ധമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളിലൊക്കെ ഞങ്ങളെ ക്ഷണിക്കുന്നിടത്തോളം ഞങ്ങൾ ആ രീതി തന്നെ വരും. പക്ഷേ പറയാനുള്ളത് തീർച്ചയായും പറഞ്ഞിരിക്കും. കാരണം ഞങ്ങൾ വന്ന ജേണി അങ്ങനെയാണ്. കാരണം അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇത് ഒരു പക്ഷം പിടിച്ച് ആരെങ്കിലും സുഖിപ്പിച്ചോ മറ്റൊരാളെ താഴ്ത്തിയോ എന്ന് നിന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ തീരാൻ പോവുകയാണ്. ഇനി വേണ്ടത് കൃത്യമായ ട്രീറ്റ്മെന്റ് ആണ്. ഇനി പാരസെറ്റമോൾ കൊണ്ട് തീരില്ല. ഇനി സർജറി പറ്റുള്ളൂ, കീറി മുറിച്ചേ പറ്റുള്ളൂ. അതുപോലെ ആക്കി വെച്ചു. ഒരു ചെറിയ മുറിവ് ഇൻഫെക്ഷനായി എല്ലാ പാർട്സും മുറിച്ചു കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ക്നാനായ സമുദായം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഒരാൾക്കും ഒത്താശ പറയാൻ പോവുകയില്ല. നിങ്ങൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മറ്റ് വിഭാഗക്കാർ വില കൊടുത്ത് മേടിച്ചു. എന്തിനു വില കൊടുത്ത് മേടിക്കണം? മറ്റു ആൾക്കാരെയും വില കൊടുത്ത് മേടിക്കാൻ കഴിയില്ല. ഞങ്ങള് നിങ്ങളുടെ വിലക്ക് കീഴടങ്ങാൻ വേണ്ടിയല്ല കുടുംബത്തെ വിട്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ 4 തലമുറയിലുള്ള പെന്തക്കോസുകാരെയും എൻ്റെ സ്വന്തം കുടുംബത്തെയും എൻ്റെ ചാർച്ചക്കാരെയും എൻ്റെ പെന്തക്കോസിലെ എൻ്റെ സ്നേഹിതരെ എല്ലാം വിട്ട് ഞാൻ വന്നത് നിങ്ങളുടെ പൈസയുടെ അനുസരിച്ച് നിലപാട് മാറാനും ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കാനൊന്നുമല്ല. പറയേണ്ടത് പറയും, തീർച്ചയായിട്ടും പറയും. ഇനി എന്ത് സ്നേഹം തന്നെന്ന് പറഞ്ഞാലും, ഇനി നിങ്ങളോട് ഇനി എന്ത് കടപ്പാടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും പറയാനുള്ളത് പറഞ്ഞിരിക്കും. അതാണ് ഗ്ലോറിയസ് ഗോസ്പൽ പറഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നു, നീ ആരാടാ? നിങ്ങൾക്ക് കുർബാന കൊണ്ടുവന്നു ഞങ്ങളാടാ. ഇതൊരു ചരിത്രം കേട്ടോ. നിങ്ങൾക്ക് കുർബാന, ഒരു ക്നാനായക്കാരൻ പറഞ്ഞതാണ്, നിങ്ങൾക്ക് കുർബാന കൊണ്ടു തന്നത് ഞാനാണ്. പക്ഷെ ഇത് യാക്കോബായ സഭയിൽ മാത്രമേ ഇത് എടുക്കുകയുള്ളൂ. കുർബാന കൊണ്ടുവന്ന് തന്നത് നിങ്ങളാണെന്നുള്ളത് മലങ്കര ഓർത്തഡോക്സുകാരുടെയോ സിറോ മലബാറുകാരുടെയോ അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റു ഏതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൻ്റെയോ ക്രിസ്തീയമാരാണെന്ന് പറഞ്ഞു നടക്കുന്ന വിഭാഗത്തിനോ ഇത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് അവരുടെ ചരിത്രങ്ങളും അവരുടെ ആശയങ്ങളും കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഞങ്ങൾ കുർബാന കൊണ്ടുവന്ന്, അത് പറഞ്ഞ ഭാഷയൊക്കെ ഭയങ്കര മോശമാണ്, നിങ്ങളുടെ തൊള്ളയെ കൊണ്ടുവന്ന് തള്ളി തന്നത്. പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഞങ്ങളെ പഠിപ്പിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിലാണോ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നത്? ക്രിസ്തു ചാട്ടവാർ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചാട്ടവാർ എടുത്തത് ഇതിനാണോ? എന്താ ചാട്ടവാർ എടുത്തിട്ട് എന്താ ചെയ്തത് ക്രിസ്തു? അപ്പൊ പുള്ളി വളരെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടിലാവുകയും അദ്ദേഹം എഴുതി വെച്ചത് തിരിച്ച് യേശു തുണി നോക്കി കാണിച്ചു എന്നൊക്കെയാണ് ക്നാനായക്കാരൻ എഴുതി വെച്ചതാട്ടോ. എനിക്കിതിനകത്ത് വളരെ സഹതാപമുണ്ട് എന്തായാലും ക്നാനായക്കാരെ. അപ്പോൾ ക്നാനായക്കാരുടെ ഒരുപാട് യൂത്ത്, ഞാൻ എന്തുകൊണ്ട് പെന്തക്കോസ്ത് വിട്ടു എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് ക്നാനായ സഭയിലെ യൂത്ത് ആയിട്ടുള്ള പല പെന്തക്കോസിലേക്ക് പോയവർ, പെന്തക്കോസിൽ നിന്ന് തിരിച്ചു വന്നവരായിട്ടുള്ള ആളുകളായിട്ടൊക്കെ ഒരുപാട് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അല്ലെങ്കിൽ ക്നാനായ സഭയിലെ നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുള്ള ഒരു 7-8 യുവാക്കന്മാരായിട്ട് 18-നും 25-നൊക്കെ ഇടയിൽ പ്രായമുള്ള 7-ഓളം പേരായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ക്നാനായക്കാരുടെ പാരമ്പര്യമോ എൻഡോഗമിയോ ഒന്നും താല്പര്യമില്ല. ഞാൻ ക്നാനായക്കാരുടെ കാര്യം പറയുന്നത്. ക്നാനായക്കാരുടെ ഇപ്പോഴത്തെ തലമുറ, ദേ ആർ നോട്ട് ബോതേഡ് അബൌട്ട് യുവർ എൻഡോഗമി, ദേ ആർ നോട്ട് ബോതേഡ് അബൌട്ട് യുവർ ട്രഡീഷൻസ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചില ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ നിങ്ങൾ വോയിസ് റേസ് ചെയ്യൂ.
ഞാൻ പെന്തക്കോസ്തിൽ നിന്ന സമയത്ത് യുവജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ സീനിയർ പാസ്റ്റർമാരുടെ അടുത്ത് വോയിസ് റേസ് ചെയ്തിട്ടുള്ള ആളാണ്. ആ ഒരു പാരമ്പര്യമൊക്കെ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ റേസ് ചെയ്യൂ, നിങ്ങൾ ഇതിനകത്തില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ക്നാനായക്കാരുടെ മെത്രാന്മാർ തമ്മിലുള്ള ഈഗോ വിഷയത്തിൽ, സമുദായക്കാരുടെ തമ്മിലുള്ള സമുദായത്തിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഈഗോ ക്ലാഷിൽ യുവജനങ്ങളില്ല, യുവജനങ്ങൾക്ക് ഇതിൽ പങ്കില്ല. നിങ്ങൾ ഈ തലമുറയെ നശിപ്പിച്ചു. ക്നാനായക്കാരിലെ ആളുകളെല്ലാം എൻഡോമി വിട്ടു പോവുകയാണ്, ക്നാനായക്കാർ വിശ്വാസം വിട്ടുപോവുകയാണ്, ട്രഡീഷൻസ് വിട്ടുപോവുകയാണ്, നിങ്ങളെ പുച്ഛിച്ച് തള്ളുകയാണ്. ശേഷം ചില സ്മാരകങ്ങൾ മാത്രമായി ഒരുപക്ഷെ ഭാവിയിൽ ഏതെങ്കിലും ഒരു യാക്കോബക്കാരന്റെ ചരിത്രത്തിൽ, കാരണം യാക്കോബായക്കാരന്റെ സുറിയാനി ചരിത്രം മലങ്കരയിൽ നിൽക്കുന്നതിൽ അവര് ക്നാനായ സമുദായത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷം അന്ത്യോക്യയിലെ പാത്രിയാർക്കീസ് ക്നാനായ സമുദായത്തെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ സുപ്രീം ഹെഡാണ് ക്നാനായ സമുദായത്തെക്കുറിച്ച് പറഞ്ഞത്. അതുവരെ അതിനെക്കുറിച്ചുള്ള ബഹുമാനം വരെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അതായത് ക്നാനായ സമുദായത്തെ ഒരു പരിഹാസ്യ, നിങ്ങളുടെ വീഴ്ച നോക്കി നിൽക്കുന്ന ഒരു പൊതുസമൂഹം പുറത്തു നിൽക്കുമ്പോൾ നിങ്ങൾ അകത്ത് തന്നെ അടിയുണ്ടാക്കി ഒരു പരസ്യ കോലമായി, ഒരു നിന്നാപാത്രമായി, ഒരു കോമഡി കഥാപാത്രങ്ങൾ മാത്രമായി, വെറും കുടിയന്മാരും തെമ്മാടികളും പോലെയുള്ള ഒരു വിഭാഗത്തിലേക്ക് നിങ്ങൾ അധപതിപ്പിച്ചു. ആര്? ഞാൻ വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ സമുദായത്തിലുള്ള ആളുകളെ ഞാൻ കുറ്റം പറയില്ല. ഇത് ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി നിങ്ങളുടെ സമുദായത്തെയും നിങ്ങളുടെ സാമുദായിക പാരമ്പര്യങ്ങളെയും എല്ലാം ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ വളരെ വലിയ വിഷയങ്ങൾ, കാരണം ഓൾറെഡി ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയുന്ന ചാനലിലൂടെ ഷിബു പീഡിയക്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ വിഷയം നിർത്തണം, എന്തൊക്കെയാണ് പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഓൾറെഡി കഴിഞ്ഞു. ഇനി അതിനകത്ത് പറയേണ്ടതില്ല. ഞാൻ അതിനകത്ത് 100% ഷിബു പീഡിയക്കൽ പറയുന്നതിനോട് യോജിക്കുന്നു. പലപ്പോഴും ഷിബു പീഡിയക്കൽ പാസ്റ്ററൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ എതിർവാദമൊക്കെ ഞാൻ പറയാൻ ശ്രമിക്കാറൊക്കെ ഉള്ള ആളാണ് കേട്ടോ. ഞാൻ അല്ലാതെ തൊടാതെ വിഴുങ്ങുന്ന കാര്യമൊന്നും അല്ല ഗ്ലോറിയസ് ഗോസ്പലിലുള്ള ആളുകളൊന്നും. പക്ഷെ ഈ കാര്യത്തിൽ 100% ഞങ്ങൾ ഷിബു പീഡിയക്കൽ പാസ്റ്റർ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ചരിത്രം നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ പാരമ്പര്യം നഷ്ടപ്പെടുന്നു, നിങ്ങളില്ലാതെയാകുന്നു. അതിനകത്ത് സഹതാപം മാത്രമാണ്, സന്തോഷിക്കുകയല്ല, സഹതാപം. അതുകൊണ്ട് നിങ്ങളില്ലാതാകുമ്പോൾ യാക്കോബായ സഭക്കാർക്ക് ഒരു ചരിത്ര നഷ്ടമാണ്, ഒരു അവയവം, അവരുടെ മലങ്കര ചരിത്രത്തിലെ ഒരു അവയവം ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. ഇനിയും സമയം വൈകിയിട്ടില്ല. സമയം വളരെയധികം, അതായത് നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സമയങ്ങൾ ഒരിത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ വളരെയധികം വൈകി. എങ്കിലും ഇനിയും ചില ശതമാനങ്ങൾ ബാക്കിയുണ്ട്. നിങ്ങൾ ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ ഇത് മാറി വരണം. നിങ്ങളുടെ വിഷയങ്ങൾ മാറണം. മീഡിയേറ്റേഴ്സിനെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ വെക്കണം. ഇപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കാൻ പറ്റില്ലാത്ത കുടുംബകാര്യങ്ങളിൽ മീഡിയേറ്റേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം കുടുംബക്കാരൊന്നാവും. മീഡിയേറ്റേഴ്സൊക്കെ കൊള്ളില്ലാത്തവരൊക്കെ ആയി മാറും. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ക്നാനായ സമുദായത്തിലെ ചിങ്ങവനത്തെ ആയാലും റാന്നിയിലെ ആണെങ്കിലും അമേരിക്കയിലെ ആണെങ്കിലും അല്ലെങ്കിൽ 4 മെത്രാന്മാരുടെ കീഴിലുള്ള ഭദ്രാസനങ്ങളിലുള്ള സമുദായങ്ങളെ ആണെങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ എന്ത് ബലമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു വിഭാഗം അവിടെ ശക്തി പ്രകടനം നടത്തുന്നു, മറ്റു വിഭാഗം അവിടെ ശക്തി പ്രകടനം. ഇത് പൊതുസമൂഹം എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പറയുകയാണ്, ഒരു പൊതുസമൂഹത്തിന്റെ കണ്ണിൽ നിങ്ങൾ വെറും കോമഡി പീസുകളാണ്. ഇതിങ്ങനെ ഒരിക്കലും അധപതിക്കാൻ പാടില്ല. ക്നാനായക്കാരുടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അംഗീകാരം, സുറിയാനി സഭയുടെ ചരിത്രത്തിലെ 72 പദവികൾ, സുറിയാനിക്കാർക്ക് കിട്ടിയ 72 പദവികൾ ക്നാനായക്കാരുടെയാണ്. ആ പദവികൾ കിട്ടിയ രാജകൊട്ടാരത്തോട് ചേർന്ന് പോയിട്ടുള്ള ഒരു രാജകീയമായി നിന്നിരുന്ന ഒരു സമൂഹം ഇന്ന് തെരുവിൽ വെറും കോമഡി പീസായി മാറുന്ന അവസ്ഥ വരികയാണ്. എനിക്ക് നിങ്ങളുടെ യുവജനങ്ങളെ ഓർത്ത് വളരെയധികം വിഷമമുണ്ട്. അവർക്ക് പല ആൾക്കാർക്കും ഒന്നും അറിയില്ല, ഈ വിഷയങ്ങളോട് താല്പര്യമില്ല, അവർ ബോധമില്ല. നിങ്ങൾ ജെൻസി, നിങ്ങൾ ക്നാനായ സമുദായവും സുറിയാനി സമുദായവും ഒക്കെ വിട്ട് നിങ്ങൾ ഈ ജെൻസി ആയിട്ടുള്ള ജനറേഷൻസിന്റെ പൾസ് നിങ്ങൾ അറിയുന്നില്ല.
നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരമോഹമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോയാണ് വലുത്. നിങ്ങൾക്ക് യുവജനങ്ങളുടെ പൾസ് അറിയേണ്ട കാര്യമില്ല. ഞാൻ ഇപ്പോഴും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ജ്ഞാനായ സമുദായത്തിൽ നിന്ന് യുവജനങ്ങളുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു യുവജന നേതാവിനെ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഒരു യുവജന നേതാവ്, യുവജനങ്ങളുടെ എല്ലാവരുടെ പൾസ് അറിയുന്ന ഒരു യുവജന നേതാവ് നിങ്ങളുടെ ജ്ഞാനായ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് രീതിയിൽ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായ സപ്പോർട്ട് കൊടുക്കും. കാരണം ഞാൻ അവരുടെ കൂടെയാണ്. ഇപ്പോഴത്തെ തലമുറ നിങ്ങളുടെ വരും തലമുറയെ നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു, വളരെ മോശമായി ചിത്രീകരിക്കുന്നു. ഒരു ജ്ഞാനായക്കാരനാണെന്ന് പറയുന്നതിൽ അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെയ്തികളാണ് ഇപ്പോഴത്തെ സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. സോറി ടു സേ. എനിക്ക് സോറി, ഇനിയിപ്പോൾ സോറി അല്ലെങ്കിലും നിങ്ങളായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്. ഒരു വെൽവിഷർ എന്ന നിലയിൽ മാത്രം പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ആരടാ നീ എന്നൊക്കെ പറയാം. ഞാൻ ആരുമല്ല, എല്ലാം ആണല്ലോ. ഇപ്പം എന്തെങ്കിലും ആണല്ലോ, നിങ്ങളെല്ലാം ആയിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ നിലവാരത്തിനും കുറച്ചുകൂടെ മേളിൽ ഞാൻ ഇപ്പം നിൽക്കുന്നു. നിങ്ങളുടെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു ആഠ്യത്വമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. വേറൊരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുക, നിന്റെ പാത്രിയർക്കീസിനെ ഞങ്ങൾ അംഗീകരിക്കില്ലടാ, കാട്ടറബി അല്ലേടാ എന്ന്. കാട്ടറബി അല്ലേടാ പാത്രിയർക്കീസ് എന്ന്. അന്ത്യോക്യം പാത്രിയർക്കീസിനെ കാട്ടറബി എന്ന് വിളിച്ചിട്ട് ഒരു ക്രാനായക്കാരൻ മെസ്സേജ് ചെയ്തിരിക്കുക. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ ക്രായിത്വമ പിന്നെ ആരാ? ഒരു ഭാരതീയനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 1700 വർഷമൊക്കെ പാരമ്പര്യം, 1800 വർഷമൊക്കെ 1600 വർഷമൊക്കെ പാരമ്പര്യം ജ്ഞാനായക്കാർക്ക് ഭാരതത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും അന്ത്യോക്യം പാത്രിയർക്കീസിന്റെ കാലഘട്ടത്തിൽ, ഒസ്താത്യോസ് പാത്രിയർക്കീസിന്റെ കാലഘട്ടത്തിൽ ക്നായിത്തൊമ്മ മലങ്കരയിലേക്ക് യാത്ര തിരിച്ചു. ആ പാത്രിയർക്കീസിന്റെ ഇപ്പോഴത്തെ പിൻഗാമിയെ ചിങ്ങമനത്തെ മെത്രാന്റെ സപ്പോർട്ടർ ആയിട്ടുള്ള ഒരാള് വിളിച്ചു പറയാണ് കാട്ടറബി പാത്രിയർക്കീസ്. അങ്ങനെയാണെങ്കിൽ ക്നായിത്തൊമ്മന ഒരു കാട്ടറബി അല്ലേ? അല്ല, എനിക്കറിയാമല്ലോ, ഇനി കാട്ടറബി അല്ലാത്ത യഹൂദനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ഈസ്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞ കാട്ടറബി തന്നെയാണ്. അത് ജനറ്റിക്കലി യഹൂദന്റെയും ജെനറ്റിക്സ് ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എല്ലാ വിഭാഗം, നിങ്ങൾ ഇസ്രായേലിൽ ചെന്നിട്ട് ഇസ്രായേലിലെ ഇപ്പൊ നിലവിലുള്ള ഇസ്രായേൽ ഉണ്ടല്ലോ, നിങ്ങൾ നിലവിലുള്ള ഇസ്രായേൽ സിറ്റിസൻസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള നാനാജാതിയിലുള്ള എല്ലാ എത്തിനിസിറ്റിയിലുള്ള ആൾക്കാരും നമ്മുടെ ഇതിനകത്തിരിക്കുന്നുണ്ട്. നമ്മുടെ യഹൂദന്മാരുടെ ഇടയിൽ എല്ലാ എത്തിനിസിറ്റിയും ഉണ്ട്. ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ആൾക്കാർ പോലും യഹൂദന്മാരായിട്ടുള്ളതുണ്ട്. അപ്പൊ ഈ കാട്ടറബി എന്നൊന്നും വിളിക്കുന്നതൊന്നും ഒരു കാര്യമില്ല. പിന്നെ ക്നായിത്തൊമ്മൻ കാട്ടറബി അല്ലെങ്കിൽ പിന്നെ മേമനത്തെ വല്ല ആരെങ്കിലും ആയിരുന്നോ? എനിക്ക് ആ പരിശുദ്ധ പിതാവിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നതിൽ ഈ ക്നാനായിലെ കുറെ മാട്ട ടീമുകൾ കാരണം ആ ക്നായിത്തൊമ്മ പിതാവിന് വളരെ മോശം പേരുണ്ടാക്കി കൊടുക്കുകയാണ്. എനിക്ക് പറയുന്നതിനകത്ത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ക്നാനായക്കാരെ ഞാനൊരു കാര്യം പറയുന്നു, ഞാനൊരു മെത്രാനെതിരെ ഒന്നും പറയുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഇത്രയും നൂറ്റാണ്ടുകൾ ആരുടെ കീഴിലായിരുന്നു? ഏത് പാത്രിയാർക്കീസിന്റെ കീഴിലുള്ള വിശ്വാസത്തെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്? കൂനംകുരിശ് സത്യം ചെയ്യുന്ന ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ വിശ്വാസം ക്നാനായക്കാർ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? കല്ലിശ്ശേരിയിൽ അടങ്ങിയ പിതാവിന്റെ കബറ് ഞാൻ പോയി കണ്ടതാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അദ്ദേഹം ഏത് പാത്രിയാർക്കീസിന്റെ വിശ്വാസത്തെയാണ് ഹോൾഡ് ചെയ്തത്? അന്ന് നിങ്ങൾക്ക് ഭരണഘടനയൊന്നും ഇല്ല കേട്ടോ. അന്ന് നിങ്ങൾക്ക് അസോസിയേഷനും ഇല്ല, ഭരണഘടനയും ഇല്ല. അതെല്ലാം വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതായത് ഭരണഘടന വന്നപ്പോൾ നിങ്ങളുടെ ഇടയിൽ വലിയ ഭിന്നിപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചിരി വരും, നിങ്ങളുടെ ഭരണഘടന എന്നും പറഞ്ഞ് എടുത്തു നോക്കി കഴിയുന്നത് പെന്തക്കോസുകാരുടെ ഭരണഘടന അതിനും വലുതാകുന്നുണ്ട്. ഈ 2 രൂപയുടെ ഒരു പേപ്പറൊക്കെ പൊക്കി പിടിച്ചിട്ട് ഞാൻ അങ്ങനത്തെ വീഡിയോ ഗ്ലോറിയസ് ഗോസ്പലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സെക്രട്ടറി എടുത്ത് പറയാം ഞങ്ങളുടെ ഭരണഘടന ഇതാണെന്ന്, ഒരു പറ്റ് ബുക്ക് പോലത്തെ ഒരു ബുക്കും. അതിനും വലുതാണെന്നുണ്ട് എനിക്ക് തോന്നുന്നു പെന്തക്കോസുകാർക്ക് ഒരു വിശ്വാസവും ഇല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ഇല്ല. പക്ഷെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ചെയ്താൽ വേണമെങ്കിൽ
നല്ല കുറച്ച് കൂടുതൽ വേണമെങ്കിൽ സിസ്റ്റമാറ്റിക് തിയോളജി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. വളരെ നീചമായ രീതിയിലേക്കാണ് നിങ്ങളുടെ സമുദായത്തെ കൊണ്ടുപോകുന്നത്. പാത്രിയാർക്കീസിനെതിരെ നിങ്ങൾ കൊണ്ടുവരുന്ന ഇത് നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ സമുദായത്തിനും ഒരിക്കലും ശുഭമായിട്ടുള്ള ഒരു സൂചനയല്ല. മലങ്കര ഓർത്തഡോക്സിലേക്ക് നിങ്ങൾ പോകുന്നതിനകത്ത് യാതൊരു വിഷയമില്ല. പക്ഷേ അവരുടെ ചരിത്രത്തിൽ നിങ്ങളുടെ പാരമ്പര്യത്തിന് യാതൊരു സ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. താൽക്കാലികമായിട്ടുള്ള ഒരു സുഖത്തിനും ഒരു ബന്ധത്തിനും ഒക്കെ നിങ്ങൾക്ക് നല്ലതാണ്, പോകാം, സഹകരിക്കാം, എക്യുമെനിക്കലാകാം, ഒക്കെ ശരിയാണ്. നിങ്ങൾ തന്നെ ക്നാനായ സമുദായത്തിലെ ആളുകൾ, ഈ ക്നാനായ സമുദായത്തോട് എന്തെങ്കിലും ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാരെയുണ്ടെങ്കിലും നിങ്ങളത് ചിന്തിക്കുക. ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിരിക്കുക, 15 വയസ്സ് തൊട്ട് ഞാൻ സഭാ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, നീയൊക്കെ ആരടാ? 15ാമത്തെ വയസ്സിൽ ക്നാനായ സമുദായക്കാരനാണോ? അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ 55 വയസ്സുണ്ട്. അപ്പൊ 40 വർഷം മുമ്പ് ക്നാനായ സമുദായത്തിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? അടി അപ്പോഴേ തുടങ്ങിയോ? ഞാനപ്പോൾ ചോദിക്കുകയും ചെയ്തത്, ഇത് നിങ്ങളൊരു ക്രെഡിറ്റ് ആയിട്ടാണോ എടുക്കുന്നത്? അതായത് കഴിഞ്ഞ 40 വർഷമായിട്ട് ഞാൻ ക്നാനായക്കാരുടെ സഭാ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം ഒരു ക്രെഡിറ്റ് ആയിട്ട് പറയുകയാണ്. എനിക്ക് ഭയങ്കര അതിശയം. ഇതൊരു ക്രെഡിറ്റ് ആണോ? നിങ്ങളുടെ സമുദായത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സമുദായം എത്ര വർഷങ്ങൾക്ക് മുമ്പേ ഈ ഒരു രീതിയിലേക്ക് അധപതിച്ചു പോയി? ഇതെന്താ ആരും ഒന്നും പറയാതിരുന്നത്? എന്തായാലും എനിക്ക് ക്നാനായക്കാരോട് ഞാൻ പ്രതികരിക്കാം. ഞാൻ കൂടുതൽ പ്രതികരിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് യാക്കോബായ സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ ഇനി വീഡിയോ ചെയ്യാൻ പോവുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല ക്നാനായക്കാർക്കും അന്ത്യോക്യൻ പാത്രിയാർക്കീസിനോടും സുറിയാനി സഭയോടൊക്കെ എന്തോ ഒരു പുച്ഛമൊക്കെ ഈ മലങ്കര ഓർത്തഡോക്സുകാരായിട്ടുള്ള ഒരു ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പെന്തക്കോസിലേക്ക് പോയിട്ടുള്ളവർക്കും പെന്തക്കോസിലേക്ക് പോകാനിരിക്കുന്നവർക്കും ഒക്കെ ഒരു ഉപയോഗമായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ തുടർന്ന് വീഡിയോ ചെയ്യാൻ പോകും എന്തുകൊണ്ട് ഞാൻ സുറിയാനി സഭയിലേക്ക് കടന്നു വന്നു എന്നുള്ളത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്നാനായക്കാരും കുരുവൊട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ കുടുംബകാര്യമൊന്നും അന്വേഷിക്കുന്നില്ല. ഞാൻ കുടുംബകാര്യം പറഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ മെത്രാന്മാരുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുടുംബകാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഇതുവരെയും പൊതുവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഇല്ലാതെയാകുന്നു, നിങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സ്വയം ഇല്ലാതെയാകുന്നു. ഒരു സമുദായവും ഒരു ബാഹ്യശക്തികളും നിങ്ങൾ ഇല്ലാതാക്കുന്നില്ല, നിങ്ങൾ തന്നെ ഇല്ലാതാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദികൾ ഈ തലമുറയിലെ ക്നാനായക്കാരാണ് എന്ന് മാത്രം വളരെ വിനയത്തോടും ബഹുമാനത്തോടും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.